ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നൈറ്റ് ഡ്രൈവ് പോകട്ടോ. കോയമ്പത്തൂരിക്കാണ് ഇന്നത്തെ യാത്ര. പെട്ടെന്നുണ്ടായ ഒരു തീരുമാനം കേട്ടോ. ഏട്ടൻ്റെ വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും കോയമ്പത്തൂർ ഏട്ടൻ ഒറ്റയ്ക്ക് പോവാണ്. അപ്പോൾ വേഗം ഞാൻ ചാടി കയറിയതാട്ടോ. ചില സമയത്ത് ഇതുപോലത്തെ യാത്രയ്ക്ക് പോകുമ്പോൾ എനിക്ക് ഭയങ്കര മൈൻഡ് റിലാക്സേഷൻ തോന്നാറുണ്ട് കേട്ടോ. പാട്ടൊക്കെ കേട്ട് ഇതുപോലെ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ വേഗം ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഓടിക്കയറും. അപ്പം നമ്മൾ ടൈമോ കാര്യങ്ങളൊന്നും നോക്കാറില്ല. കിട്ടി ഡ്രസ്സും പാക്ക് ചെയ്ത് ഞാൻ ഓടിക്കയറിയതാട്ടോ. പാറസ് സച്ചിട്ട് വേഗം തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഒരു ഹോട്ടലിൽ കയറിയിട്ട് പുട്ടും ബീഫും കഴിച്ചിട്ടുണ്ടായിരുന്നു, കൂടെ കോഫി. എനിക്ക് പുറത്ത് പോകുമ്പോൾ കോഫി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ നേരെ പോയിട്ട് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് കേട്ടോ. അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഫാമിലി ആയിട്ട് അവരവിടെ തന്നെയാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ നേരെ അവരുടെ വീട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത്. രാത്രി എത്തിയ ഉടനെ തന്നെ ഞങ്ങൾ കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വ്യൂ ഇതാണ് കേട്ടോ. തൊട്ടടുത്ത വീടുകളിലെല്ലാം കോലം വരച്ചിട്ടുണ്ടായിരുന്നേ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. രാവിലെ ഞങ്ങൾ വരുന്ന സമയത്ത് നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഇതിന് തൊട്ടപ്പുറത്ത്, മതിലിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കുറേ മയിൽപ്പീലൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒരുപാട് മയിലുകളൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് ഒരു മയിലിനെ പോലും കണ്ടില്ല കേട്ടോ. ഒരു ചെറിയ മഴയ്ക്കുള്ള കോളൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ തന്നെ മക്കളെ എണീക്കുന്നതിന് മുന്നേ ഏട്ടനും ഉറങ്ങുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ഇവിടുത്തെ ചേച്ചിയുടെ കൂടെ അവരുടെ മോനെ സ്കൂളിലാക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ചേച്ചി കുറേ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ ഒരു സ്ഥലം. പിന്നെ ഇവിടെ കുറേ അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ശിവഭഗവാന്റെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയായ ആദിയോഗി ശിവപ്രതിമ കാണാൻ വേണ്ടിയിട്ടോ. നമ്മുടെ ആത്മീയാചാര്യൻ ജഗ്ഗി വാസുദേവിന്റെ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷൻ കേന്ദ്രത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഒരു യോഗ സെന്റർ ഉണ്ട്. ചെന്നപ്പോൾ തന്നെ ഒരുപാട് പേര് യോഗയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് കാണാനുള്ള ഒരു ആകാംക്ഷയായിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്നത്. വെള്ളിയാങ്കിരി മലനിരകളുടെ താഴ്വരയിലാണ് ഈ ഒരു പ്രതിമ ഉള്ളത്. 2 കൊല്ലം കൊണ്ട് ഡിസൈൻ ചെയ്തിട്ട് 8 മാസം കൊണ്ട് നിർമ്മിച്ചു എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ലോകത്തെ ഏറ്റവും പൊക്കം കൂടിയ ഊർദുകായ പ്രതിമയെന്ന് ഗിന്നസ് റെക്കോർഡ് നേടിയ ഈ പ്രതിമ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പാറസ് സച്ചിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ കുറേ നേരം വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാത്രി ആകുമ്പോഴാണ് അവിടെ നല്ല വ്യൂ എന്നൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടോ. പക്ഷെ ഞങ്ങൾ പിന്നെയും നേരം വൈകും എന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാട്ടോ ചെയ്തത്. പോകുന്നതിന് മുന്നായിട്ട് ഞങ്ങൾ ഒരു ഐസ്ക്രീമും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും കോഫിയും വാങ്ങി കുടിച്ചിട്ടാട്ടോ ഇവിടുന്ന് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഏട്ടൻ്റെ ഫ്രണ്ടിനെ വീട്ടിലാക്കിയതിന് ശേഷം നേരെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു കേട്ടോ. രാത്രി ഏകദേശം പാലക്കാട് എത്തിയ സമയത്ത് ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു തട്ടുകടയിൽ കയറിയിട്ട് കൊത്തു പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പൊറോട്ടയും ചിക്കൻ കറിയും വാങ്ങി. അങ്ങനെ ഫുഡും കഴിച്ച് നേരെ വീണ്ടും യാത്ര തുടങ്ങി. രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.